ഹായ് ഹലോ നമസ്കാരം. ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ഒന്നുമല്ല, ഞാൻ ചെറിയൊരു കുക്കിങ്. അതായത് നമ്മളുടെ വീട്ടിൽ മോരൊക്കെ കാച്ചില്ലേ, അപ്പോൾ ചിലർ മോരൊക്കെ കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടായിരിക്കും. നമുക്ക് തേങ്ങ അരയ്ക്കാതെ എങ്ങനെ മോര് കറി ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക. എൻ്റെ എളുപ്പക്കറികളാണ് ഇതൊക്കെ കേട്ടോ. ഞാൻ പെട്ടെന്ന് കറണ്ടൊന്നും ഇല്ലെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയിച്ച് വരുമ്പോഴും പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഞാനിങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കും അത് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേഗം ഈ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഗ്യാസൊക്കെ കത്താൻ കുറച്ച് പ്രയാസമാണ് ഗൈസ്. ഞാനിവിടെ എല്ലാം വെച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ എല്ലാവരും അരിയുന്നൊക്കെ വീഡിയോ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ എന്താ പറയുക, എല്ലാം ഞാൻ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുക. അപ്പോൾ നമ്മളുടെ ചട്ടി വെച്ച് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ഞാൻ എന്താ പറയുക, ഈ ചട്ടിയിൽ മീനൊന്നും വെക്കില്ല. ഇത് പച്ചക്കറി വെക്കാൻ വേണ്ടി മാത്രമുള്ള ചട്ടിയാട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. കാരണം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി, കാരണം ഡയറ്റ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഞാനിവിടെ ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചുവന്നുള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളകും ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേറൊന്നും നമുക്കിതിലേക്ക് വേണ്ട. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കടുക് ഇടുവാണേ. കടുക് ഇടുമ്പം നോക്കി കണ്ടൊക്കെ ഇട്ടണം. കടുക് പൊട്ടി അടുത്തൊക്കെ വീണിട്ട് അവസാനം എന്നോടൊന്നും പറയരുത്. ഓക്കെ, അപ്പോൾ കടുക് ഇട്ടു. കടുക് ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതിന് ശേഷം കുറച്ച് ഉലുവ ഇടുവാണേ. കുറച്ച് ഉലുവ ഇട്ടു. പിന്നെ ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ വറ്റൽ മുളകില്ലേ, ചുമന്ന മുളക്, ഉണങ്ങിയ മുളക്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട്, നമ്മളുടെ ഉലുവ ഏകദേശം ചൂടായി, ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ വറ്റൽ മുളക് കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ചൂടാക്കുകയാണേ. ഞാൻ തീ കുറച്ചിട്ടേക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞ് ഇതാവും. ഇപ്പോൾ ഉണ്ട്, എനിക്ക് തീ കൂടിയതിൻ്റെയാണ്, ഞാൻ തീ കുറച്ചിടാൻ മറന്നു. ഇനി അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ച് കരിവേപ്പില നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. എനിക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ നമ്മൾ നന്നായിട്ടിത് ചൂടാക്കിയെടുക്കുകയാണേ. നമുക്ക് ഇതിങ്ങനെ ചൂടാകുന്ന ആ സമയത്തിനുള്ളിൽ ഞാനത് തീ കുറച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമുക്ക് കറണ്ട് ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഈ മോരിൻ്റെ കവറൊന്ന് പൊട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയ, ഇതൊക്കെ കല്ലുള്ളവർക്കൊക്കെ പ്രശ്നമില്ല കേട്ടോ. മിക്സിയിൽ നമ്മളെപ്പോലെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കറണ്ട് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും മിക്സിയൊക്കെ ഉപയോഗം. അപ്പോൾ കുറച്ച് മുളക് പൊടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണേ. കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. മിക്സി ഉണ്ട്, കറണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു കുറവാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കായിരിക്കും ഏറ്റവും പെട്ടെന്നൊരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണേ. ഇതിനകത്തോട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മൾ നന്നായിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഇളക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അത് മിക്സിക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, മിക്സി ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ നന്നായിട്ട് ഇളക്കി കവറിൻ്റെ അത് തന്നെ ഇട്ടാൽ മതി.
നന്നായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറേശ്ശെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഏകദേശം മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അഥവാ ഉള്ളി അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്കുണ്ടല്ലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഉള്ളി ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ ചിലർക്ക് അത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളി മൂപ്പിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ആക്കുക. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഉള്ളി മൂത്തിട്ടുണ്ട് കണ്ടല്ലോ, ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുവാണേ. കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു മുളക്, അതൊരു ഭംഗി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എരിവൊക്കെ ഇട്ടാണ്ട് നമ്മൾ ആ മുളക് പൊടി ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മോരില്ലേ, അത് നൈസായിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കും. കണ്ടോ, ഇതിപ്പോൾ മിക്സിക്കകത്തിട്ടടിച്ചതുപോലെ ഇല്ലേ. ഉണ്ടോ, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ലതാണ്. ഇതിപ്പോൾ നല്ല കുറുകിയിരിക്കും. ഇനി നമ്മൾക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. പലർക്കും പല ഇതാണ് ഉപ്പ്. എനിക്ക് കുറച്ച് ഉപ്പ് മതി, കുറച്ച് ഉപ്പിൻ്റെ ആളാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുക്കും. ഇപ്പം കണ്ടോ, നമ്മളിതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചില്ല എങ്കിൽ നല്ല കുറുകി തന്നെ ഇരിക്കും. നമ്മൾ തേങ്ങ അരച്ച കറി പോലെ തന്നെ ഇരിക്കും, അത്രയും കുറുകി ചെയ്തിരിക്കും. ഇതാവുന്ന ഇത് നന്നായിട്ട് നമ്മൾ ചൂടാക്കണം, തിളയ്ക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ചൂടാക്കി, എന്നിട്ട് ഇത് തീ ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. ഇച്ചിരി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത് ഉണക്കമീൻ വറുത്തതോ ഉണക്കമീൻ ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് അരച്ച് വെച്ച മീൻകറി ഇല്ലേ, ഞങ്ങളുടെ കോട്ടയംകാരുടെ മീൻകറി ഉണ്ട് മുളക് അരച്ച് വെച്ച്, അതുപോലത്തെ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ചെറുപയർ മെഴുക്ക് പുരട്ടി, ചുമന്ന പയറില്ലേ, ചുമന്നല്ല ചെറിയ പച്ചക്കളർ പയറില്ലേ, അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നന്നായിട്ട് ചൂടാകുക. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കറണ്ട് ഇല്ലെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു പാക്കറ്റ് മോരുണ്ടെങ്കിൽ ഇത് മതിയല്ലോ. ഉള്ളിയും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനമല്ലേ. ഇനി ഉള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടാലും കറി റെഡിയാണ്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ടേസ്റ്റുണ്ട് ഗൈസ്, ടേസ്റ്റുണ്ട്. അങ്ങനെ നമ്മുടെ വേപ്പില മിച്ചം വന്നു, അതുകൊണ്ട് വേപ്പില ഞാനിതിൻ്റെ പുറത്ത് വെറുതെ ഭംഗിക്കിടുവാണ്. അപ്പോൾ ഞാനിത് കറി നിർത്തുവാണ്. ഏകദേശം നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പെട്ടെന്നുള്ള കറികൾ. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. ഞാനിനി ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരിക്കും. എപ്പോഴും നമുക്ക് ഫോട്ടോഷൂട്ട് മാത്രം പോരല്ലോ, എൻ്റെ കുക്കിംഗ് വീഡിയോയും കൂടെ ഒക്കെ നിങ്ങൾ കാണണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞാൻ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പോൾ അത് വരുന്നത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യണം. അത്രയൊക്കെ ചെയ്താൽ മതി. അപ്പം ഞാൻ എളുപ്പമുള്ള കറികളൊക്കെ ആയിട്ട്, കാരണം നമ്മൾ ബാച്ചിലേഴ്സിന് എളുപ്പമുള്ള കറികളായിരിക്കും ഞാൻ മാക്സിമം നമ്മുടെ ഈ ഒരു കുക്കിങ്ങിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം ബാച്ചിലേഴ്സിന് വേണ്ടി നമ്മളെല്ലാവരും വീടൊക്കെ വിട്ട് താമസിക്കുന്ന ആൾക്കാരല്ലേ, പെട്ടെന്നൊരു കറി വെക്കണമെങ്കിലൊക്കെ ആരെയും സഹായം ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പം എൻ്റെ മോരുകറി ഇതാ റെഡി ആയിട്ടുണ്ട്, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ മോരുകറി എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ക്യാമറ ഇതിലേക്ക് വരും. ഓക്കേ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ടാറ്റ ബൈ ബൈ പറയുന്നു. നിങ്ങളുടെ സ്വന്തം ലേഖ നിലനെ. ലവ് യു ഓൾ. ഇന്ന് വാലൻറ്റൈൻസ് ഡേയും കൂടിയാണ്. അപ്പോൾ പ്രണയിക്കാൻ പറ്റുന്നവരൊക്കെ പ്രണയിക്കുക, പ്രണയിക്കാൻ പറ്റാത്തൊരു പ്രണയിക്കാതിരിക്കുക, സിംഗിളായിട്ടുള്ളവർ സിംഗിളായിട്ട് തന്നെ ഇരിക്കുക, കമ്മിറ്റഡ് ആയിട്ടുള്ളവർ എന്താ പറയുക കുറച്ചുകൂടെ കാശൊക്കെ ചിലവാക്കി വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കുക. അപ്പോൾ ഞാനൊക്കെ എന്തായാലും ഇങ്ങനെ കറി വെച്ചിട്ട് എൻ്റെ വാലൻറ്റൈൻസ് ഡേ ആഘോഷിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ സിംഗിളാണല്ലോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.